ഹായ് ഫ്രണ്ട്സ്, ടൈലേഴ്സ്.com എന്ന ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ് എടുത്തത് ഈ പാൻറ്റീസിൻ്റെ ഈ പേപ്പറിൽ വെട്ടി പഠിക്കുകയാണ് ചെയ്തത്. എല്ലാവരും പേപ്പറിൽ വെട്ടി പഠിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പേപ്പർ വെട്ടിയിട്ട് അതിൻ്റെ എല്ലാ രീതികളും അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നാലും ഞാൻ നമ്മുടെ തുണി എടുത്തിട്ട് ആ തുണിയിൽ നിന്ന് വെട്ടുന്ന രീതി ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പം നമ്മൾ തുണി എടുത്തിട്ട് നമ്മൾ പേപ്പറിൽ വെട്ടിയ പോലെ തന്നെ ആ അളവ് തന്നെ അതിൻ്റെ സീറ്റ് വണ്ണം 21 മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ആ 21 നമ്മൾ ഈ തുണിയിൽ വെട്ടുക. അപ്പം ഇതിൻ്റെ ഇവിടെ നമ്മൾ ബോർഡിൽ അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെല്ലാവരും നോട്ട് എഴുതി വെച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. ആ നോട്ടിൽ നോക്കിയിട്ട് നിങ്ങൾ ഈ തുണിയിൽ വെട്ടണം. അപ്പം 01 എന്ന് പറയുന്ന ഫുൾ ലെങ്ത് 01 വായിച്ചിട്ട് ഫുൾ ലെങ്ത്ത് പ്ലസ് 1.5 ഇഞ്ച് അത് നിങ്ങൾ പടത്തിൽ നോക്കണം 01 എവിടെയാണെന്ന്. അപ്പോൾ 0 ഇവിടെ വരും, 0 എന്ന് പറയുന്നത് ഇവിടെ വരും. 01 ഇറക്കം പ്ലസ് ഇറക്കം നമുക്ക് തന്നിട്ടില്ല, നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. 21ൻ്റെ 3/1 എന്ന് പറയുന്നത് 7, 7ൻ്റെ കൂടെ 1.5 കൂട്ടാൻ പറഞ്ഞ് 7ഉം 1.5 8.5. അത് നമ്മൾ ഇവിടെ 8.5 അടയാളപ്പെടുത്തി. അത് കഴിഞ്ഞ് വണ്ണത്തിൻ്റെ വണ്ണം എത്രയായിരുന്നു? 02 എന്ന് പറയുന്നത് വേസ്റ്റിൻ്റെ 1/3, അതായത് 7 പ്ലസ് 1 8. അപ്പോൾ ഇവിടെ ഇത് ചെറിയ കുട്ടികളായതുകൊണ്ട്, ചെറിയ കൊച്ചായതുകൊണ്ട് നമ്മൾ ഈ പ്ലസ് 1 കൂട്ടുന്നില്ല, 7 തന്നെ എടുത്താൽ മതി. അങ്ങനെ നമ്മൾ ഇറക്കവും വണ്ണവും നമ്മൾ അടയാളപ്പെടുത്തി. ഇറക്കവും വണ്ണം അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ട് ഞാൻ എന്നതാ പേപ്പറിൽ പറഞ്ഞത്, വണ്ണത്തെ പിടിച്ച് ഒന്ന് മടക്കുക. അത് കഴിഞ്ഞ് ഇറക്കത്തെ പിടിച്ച് ഇറക്കം കണ്ടോ, ഇവിടെയാണ് വണ്ണം വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇറക്കം കണ്ടോ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ ഇറക്കത്തെ പിടിച്ച് മുകളിലേക്ക് പൊക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അത് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് എന്നിട്ട് നമ്മുടെ മുഖത്തേക്ക് തിരിച്ച് ഇവിടെ വെട്ടാത്ത വശം ഇടണം. വെട്ടിയ വശം കണ്ട, ഇത് മുഴുവനും വെട്ടിയ വശം. ഇങ്ങനെ മടക്കി 4 മടക്കിയിട്ടു. 4 മടക്കിയിട്ട് ഒന്നും കൂടി നിങ്ങൾ അളന്ന് നോക്കണം, അത് കറക്റ്റ് ഉണ്ടോ. ഫുൾ ലെങ്ത്ത് പ്ലസ് 1.5, 7 പ്ലസ് 1.5, 7 1 8 8.5, 8.5 കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമുക്കിവിടെ ശരിയാക്കാമല്ലോ. കറക്റ്റ് അളവായിരിക്കണം നമുക്ക്, എന്നാലേ തയ്ച്ച് കഴിയുമ്പോൾ അളവ് കിട്ടുള്ളൂ. 8.5. പിന്നെ വണ്ണം 7 പ്ലസ് 1 സീറ്റ് വണ്ണത്തിൻ്റെ 3/1, 21ൻ്റെ 3/1 7 പ്ലസ് 1. അത് ഒരു 25 വണ്ണം കഴിഞ്ഞുള്ളവർക്ക് 1 ഇഞ്ചും കൂടി കൂട്ടിയിട്ടാൽ മതി. ഇവിടെ കുഞ്ഞു കൊച്ചുങ്ങളുടെ ആയതുകൊണ്ട് ആ 7 തന്നെ എടുത്തു. ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് അടുത്തത് നോക്കണം. അടുത്തത് നമ്മൾ കൺസ്ട്രക്ഷനിൽ നോക്കണം, നോട്ട് എഴുതി വെക്കണം. ആദ്യമേ തൊട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഫസ്റ്റിലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റിലെ ക്ലാസ്സിൽ ആദ്യത്തെ ഒരു സൂചന എന്ന് കൊടുത്തിട്ട് നോട്ട് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ എഴുതി വെച്ചിട്ട് ഓരോ ബുക്കിൻ്റെയും കട്ടിയുള്ള വശത്ത് നിങ്ങൾ അതിൻ്റെ പടം വരയ്ക്കുക. അതിൻ്റെ ഇപ്പുറത്ത് അതിൻ്റെ കൺസ്ട്രക്ഷൻ എഴുതി വയ്ക്കുക. അങ്ങനെ എഴുതി പോന്നാലുള്ളൂ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് ആ നോട്ടിനകത്ത് നോക്കിയിട്ടാണ് ഞാൻ ഇനി പറഞ്ഞു തരുന്നത്. 01 എടുത്തു, 02 എടുത്തു, പിന്നെ 04 കണ്ട. 04 എവിടെയാണ്? അപ്പോൾ ഇതിന് നമുക്ക് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇവിടെ പേരിട്ട് കൊടുക്കാം. 0 1 2 3 കണ്ട. ഇനി ഇതിൽ നോക്കി നിങ്ങൾ വരച്ചാൽ മതി. ഇനി 0 to 4, 0യുടെ അവിടെ 1 ഇട്ടിട്ട് 1 വെക്കണം. ടേപ്പിൻ്റെ ആദ്യം വെക്കണം 0യുടെ അവിടെ. 0 to 4 കിട്ടണമെങ്കിൽ 0 to 4 എത്രയാണെന്ന് പറഞ്ഞേക്കണം? 1 ഇഞ്ച്. അതിവിടെ അടയാളപ്പെടുത്തണം. അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് സ്കെയിലെടുത്ത് ഒന്ന് വരച്ച് കൊടുക്കാം. കണ്ടോ, അത് നമ്മളിങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തു. അടുത്തത് 0 to 4 എടുത്തു. പിന്നെ 4 to 5 എന്ന് പറയുന്നത് എത്രയാണ്? പിന്നെ ഇവിടെ ഒരു വര കിട്ടും ഇവിടെ ആയിട്ട്. അപ്പോൾ 4 to 5 എന്ന് പറയുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും വരും. ഈ 5 എന്ന് പറയുന്നത് എത്രയാണെന്ന് വെച്ചെന്നാൽ 0 to 1
ഈ 0 to 1ൻ്റെ പകുതിയാണ്. അപ്പോൾ ഈ 0 to 1 എന്ന് പറയണത് എത്ര ടോട്ടൽ എത്രയുണ്ടെന്ന് ആണ് 7.5. 7.5യുടെ പകുതി എത്രയാണെന്ന് പറഞ്ഞേ 3.25. 3.25 ഇങ്ങനെ അങ്ങ് നേരെ ഡോട്ടിട്ട് പോകണം. കണ്ട ഇത് 3.25. ഇവിടെ 3.25 വന്നു. ഇവിടെ നമ്മൾ എന്ത് ഈ 3.25 ഉണ്ടോയെന്ന് നോക്കണം. കണ്ട കറക്റ്റ് ഇവിടെ വരും 3.25. അതേലേക്ക് ഇത് വരയ്ക്കണം. വരച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഡോട്ടിട്ട് കൊടുത്താൽ മതി. കണ്ട 3.25 അങ്ങനെ 3 അത് കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തെടുക്കണം 1 to 10 എന്ന് പറയണോ. 1.5 or 2. 1 to 10 0 1 ആയത്. അവിടെ 1 തൊട്ട് 10 വരെ കണ്ട അതിന് 1.5 ഇഞ്ച്. ചെറിയ കൊച്ചുങ്ങൾക്ക് 1.5 ഇഞ്ച്, വലിയവരാണെങ്കിൽ 2 ഇഞ്ച്. അപ്പോൾ ഈ 1.5 ഇഞ്ച് എടുത്തു. ഈ 1.5 ഇഞ്ച് കിട്ടണത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സീറ്റ് വണ്ണത്തിൻ്റെ 12 1 കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1.5യുടെയും 2ൻ്റെയും ഇടയ്ക്കായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മളിവിടെ 1.5 കിട്ടും. അത് കഴിഞ്ഞ് അടുത്ത ഇത് പറയുന്നത് എങ്ങനെയാണ് 10 to 8. 10 to 8 എന്ന് പറഞ്ഞാൽ എന്താ ഈ 10 to 8 ഇവിടെ എവിടെയെങ്കിലും 8 കിട്ടും. 10 to 8 എന്ന് പറയണത് 10 to 7ൻ്റെ പകുതി. ഇതിന് ഇവിടെ നമ്മൾ പേര് കൊടുത്തു 7. 10 to 7ൻ്റെ പകുതി. അതായത് ഇവിടെ നിന്ന് നമ്മൾ ഇതിലേക്ക് ഒരു വര വരച്ചു. സ്കെയിൽ കൊണ്ട് വരയ്ക്കുക കേട്ടോ. ഞാനെപ്പോഴും ഇങ്ങനെ ടേപ്പ് കൊണ്ട് വരയ്ക്കണ കാരണം അതങ്ങനെ വരണത്. എനിക്കിപ്പോൾ ടേപ്പ് കൊണ്ട് വരച്ചാലും മതി. അപ്പോൾ ഈ വര വരച്ചിട്ട് ഈ വര എത്രയുണ്ടെന്ന് നോക്കണം. 7ൻ്റെ പകുതി എത്രയാണ്? ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന കറക്റ്റ് 7. 3.5 7. 3.5യുടെ അവിടെ ഒരു പോയിൻ്റ് ഇട്ടു. എന്നിട്ട് പിന്നെ അടുത്തത് നോക്കണം. നോട്ടിനകത്ത് നോക്കണം 8 to 9. 8 എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് കിട്ടി? നമുക്ക് 8 എന്ന് പറയുന്ന സംഖ്യ കിട്ടി അല്ലേ? ഈ 8 to 9ൻ്റെ അവിടെ നിന്ന് നേരെ ചരിച്ച് ഇങ്ങനെയൊന്നും അല്ല വെക്കേണ്ടത്. നേരെ വെച്ചിട്ട് 1 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് ഇവിടെ ഷേപ്പിന് വേണ്ടി വരയ്ക്കണം. എന്നിട്ട് അതേലേക്ക് ഇത് ഈ വരയെ കൂടെ തന്നെ അതിന് ഒരു ഷേപ്പ് കൊടുക്കുക. വരയെ കൂടെ ഷേപ്പ് കൊടുക്കുക. എപ്പോഴും സ്കെയിലെടുക്കാൻ ഞാൻ മറന്നു പോകും. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടി. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഈ തുമ്പത്ത് വരുമ്പോൾ എപ്പോഴും നിങ്ങൾ ഒരു 1/4 ഇഞ്ച് മാറ്റി ആ വരയെ കൂടെ ചേർത്ത് വയ്ക്കണം. അപ്പോൾ നമുക്ക് 8 to 9 കിട്ടി. അപ്പോൾ നമ്മളിനി വരയ്ക്കുക. നമ്മളിനി കട്ട് ചെയ്യാൻ പോവുകയത് ഷഡ്ഡി കട്ട് ചെയ്യുക. കണ്ട ഈ നേരെയുള്ള വരയെ കൂടെ ആദ്യം കട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് ഇത് ഫുള്ള് കട്ട് ചെയ്ത് മാറ്റണം. ഇതൊക്കെ നമ്മുടെ വേസ്റ്റ് തുണികളാണ് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തു. എന്നിട്ട് ഇതിനെ നിവർത്തിയിടണം. കണ്ട ഇതിങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ 2 പീസ് നമ്മുടെ കയ്യിലേക്ക് കിട്ടും. ഈ 2 പീസ് കയ്യിലേക്ക് ഇട്ടിട്ട് മേശപ്പുറത്തേക്ക് നിവർത്തി വെക്കണം. നിവർത്തി വെച്ചിട്ട് നമ്മൾ ഈ ഷേപ്പില്ലേ, ഈ ഷേപ്പ് ഇങ്ങനെ അങ്ങ് വെട്ടിയെടുക്കണം. നമുക്കത് തയ്ക്കാം. ഇത് നല്ലോണം ശ്രദ്ധിച്ചോണേ. ഇത് ആദ്യം ഞാൻ മടക്കിയ തയ്ക്കുന്നത്. നമ്മളെ എങ്ങനെ ടവല് മടക്കി തയ്ച്ചില്ലേ അതുപോലെ ആദ്യം മടക്കി തയ്ക്കുക. അതിന് ശേഷം അതായത് എന്തിനാണ് മടക്കി തയ്ക്കണേന്നറിയാവോ? നിങ്ങൾക്ക് അടിച്ചടിച്ചടിച്ച് നിങ്ങൾക്ക് അതിൻ്റെ വളവില്ലാതെ അടിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നല്ല പ്രാക്ടീസ് ഉള്ളവരാണെങ്കിൽ തുമ്പൊളിച്ച് മടക്കി തയ്ച്ചോ. പക്ഷേ ഇത് നിങ്ങൾക്ക് തയ്ച്ച് വന്നാലേ ഉള്ളൂ നിങ്ങൾ വളയാതെ തയ്ക്കാൻ പഠിക്കുക. ആദ്യം മടക്കി തയ്ക്കുക, അത് കഴിഞ്ഞ് തുമ്പൊളിച്ച് മടക്കി തയ്ക്കാം. ഇത് നോക്കിക്കുക, ഇതിനകത്തേക്ക് നോക്ക്, ശ്രദ്ധിച്ചോണേ തയ്ക്കുക. ഈ വളവിൻ്റെ അവിടെ വരുമ്പോൾ ചെറുതായിട്ട് മടക്കിയാൽ മതി. ബാക്കി എല്ലായിടത്തും ഒരുപോലെ മടക്കി തയ്ക്കണം. കണ്ടോ? ഇനി ഒന്നും കൂടെ മടക്കി തയ്ക്കുമ്പോൾ തുമ്പൊളിച്ച് ഞാൻ വേറെ നൂലിട്ട് തയ്ക്കണം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണേ. അല്ലെങ്കിൽ നിങ്ങൾക്കത് അറിയില്ലല്ലോ.
ആദ്യം മടക്കി തയ്ച്ച് പിന്നെ നമ്മളത് തുമ്പൊളിച്ച് മടക്കി തയ്ച്ചു. ഇനി ഇപ്പുറത്തെ സൈഡ് തയ്ക്കുക. ഇപ്പുറത്തെ സൈഡിൽ ഞാൻ തുമ്പൊളിച്ച് തന്നെ മടക്കി തയ്ക്കണം, കാണിച്ചു തരാം. കണ്ട, തുമ്പൊളിച്ച് മടക്കി തയ്ച്ച് കെട്ടിടണം കേട്ടോ. ആരും കെട്ടിടാതെ നിങ്ങളുടെ ഇതെല്ലാം അഴിഞ്ഞു പോകും. കെട്ടിടണം നിങ്ങൾ. കണ്ട, തുമ്പൊളിച്ച് മടക്കി തയ്ക്കണം. കണ്ട, ഇത് നിങ്ങൾ നല്ലോണം പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ നിങ്ങൾ തുമ്പൊളിച്ചൊക്കെ മടക്കി തയ്ക്കാറാകും. പിന്നെ ഈ രണ്ട് കാല് രണ്ട് ഷഡിയുടെ രണ്ട് സൈഡും കൂട്ടിയടിക്കുക. കണ്ടോ, ഇതിൻ്റെ നല്ല പുറവും കൂടെ വെച്ച് വേണം ചീത്ത പുറത്ത് വെച്ച് കൂട്ടിയടിക്കുക. എല്ലാത്തിനും കെട്ടിടേണ്ടത് നിർബന്ധം കേട്ടോ. അടുത്തത് ഇപ്പുറത്തെ സൈഡ് കൂട്ടിയടിക്കുക. എപ്പോഴും ഈ കാലിൻ്റെ വശത്തുനിന്ന് വേണം. മുകളിൽ ഇച്ചിരി ഒരു തുമ്പൊക്കെ വന്നാലും നമുക്കത് അവിടെ വെട്ടിക്കളയാലോ. ഇവിടെ നല്ല ലെവലായിട്ട് വെച്ച് 1/2 ഇഞ്ച് വീതിയിൽ മുകളിലേക്ക് തയ്ക്കണം. ഇതുപോലെ കറക്റ്റ് വരും നിങ്ങൾക്ക്. എന്നിട്ട് ഇങ്ങനെ വരുന്ന തുമ്പുകളെല്ലാം തയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾ കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് ഇതിൻ്റെ ആ അരഭാഗം, അതായത് ഈ ഷഡ്ഡിയുടെ ഈ വശം ഇങ്ങനെ തുമ്പൊളിച്ച് 1/2 ഇഞ്ച് വീതിയിൽ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി മടക്കി തയ്ക്കണം. കണ്ടോ, 1/2 ഇഞ്ച് വീതി മാത്രം മതി കേട്ടോ. അപ്പം 3/4 ഇഞ്ച് വീതിയായി നമ്മുടെ തുമ്പൊളിച്ച് മടക്കി. ആദ്യം നിങ്ങൾക്ക് തുമ്പൊളിച്ച് മടക്കാൻ പറ്റില്ലെങ്കിൽ ആദ്യം ഒന്ന് മടക്കിയിട്ട് വീണ്ടും നിങ്ങൾ ഒന്നും കൂടെ മടക്കി തയ്ച്ചാൽ മതി. കണ്ടോ, കറക്റ്റ് ഇവിടെ ഇങ്ങനെ വന്നു. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു ശകലം ഗ്യാപ്പ് ഇടണം. എന്നിട്ട് ഇതിൻ്റെ ഇറക്കി ഇതിങ്ങനെ അങ്ങ് തയ്ക്കണം. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഹോള് വന്നു. ഈ എലാസ്റ്റിക്, ഈ പിന്നിനകത്ത് എലാസ്റ്റിക് ഇട്ടിട്ട് നമ്മളെ ഈ പിന്ന് കയറ്റാനുള്ള ഹോളാണിത്. ഇതിങ്ങനെ കയറ്റി ഇതുപോലെ എലാസ്റ്റിക് ഇട്ടിങ്ങനെ കൊണ്ടുപോവുക. അങ്ങനെ നമ്മൾ ഇത് ഇട്ട് കഴിയുമ്പോൾ ഇത് ഷഡ്ഡിയായി. ഇനി ഇതിന് ഇലാസ്റ്റിക് ഇടുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഫുള്ളെടുത്ത് ഇത് 1/4 ഭാഗം എലാസ്റ്റിക്കിന് നീളം എടുത്ത് വേണം നിങ്ങൾ എലാസ്റ്റിക് ഇടാനായിട്ട്. ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് നിങ്ങൾക്കത് മനസ്സിലാവുകയും നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.